വചനമൊഴി ഫെബ്രുവരി 20. വചനഭാഗം യാക്കോബ് 1:12-18, ലൂക്കാട് സുവിശേഷം 22:39-46. ഈശോയിൽ സ്നേഹമുള്ളവരെ, നോമ്പുകാലത്തിന്റെ ആദ്യ വെള്ളിയാഴ്ച നാം എത്തിയിരിക്കുകയാണ്. നമ്മെ പരീക്ഷയുടെയും പ്രാർത്ഥനയുടെയും വഴിയിലൂടെ നയിക്കുന്ന ചിന്തകളാണ് ഇന്നത്തെ വചനഭാഗങ്ങൾ പങ്കുവയ്ക്കുന്നത്. പരീക്ഷയെ അതിജീവിക്കുന്ന സഹനത്തെയും ദൈവത്തിന്റെ ഇഷ്ടത്തിന് കീഴടങ്ങുന്ന പ്രാർത്ഥനയെയും തിരുവചനം നമുക്ക് പങ്കുവെച്ചു തരുന്നു. യാക്കോബ് ശ്ലീഹ പറയുന്നു, പരീക്ഷയെ സഹിക്കുന്ന മനുഷ്യൻ അനുഗ്രഹീതൻ. പരീക്ഷ വരുന്നത് ദൈവത്തിൽ നിന്നല്ല, അത് മനുഷ്യന്റെ സ്വന്തം മോഹങ്ങളിൽ നിന്നാണ്. ദൈവം നല്ലതും സമ്പൂർണവുമായ ദാനങ്ങൾ നൽകുന്ന പിതാവാണ്. അതിനാൽ പരീക്ഷകൾ നമ്മെ തകർക്കാനല്ല, മറിച്ച് വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഈ സത്യം നമ്മൾ വ്യക്തമായി കാണുന്ന ഒരു ഭാഗമാണ് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത്. ഈശോയുടെ ഗത്സേമനിലെ പ്രാർത്ഥനയാണ് നാം ശ്രവിക്കുന്നത്. ഈശോ ഒലിവുമലയിൽ പോയി പ്രാർത്ഥിക്കുന്നു, പിതാവേ, നീ ഇച്ഛിക്കുന്നുവെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടപ്പാകട്ടെ. വേദനയുടെ, നിരാകരണത്തിന്റെ, സഹനത്തിന്റെ, മുന്നിൽ കാണുന്ന കുരിശുമരണത്തിന്റെ പരീക്ഷ. എന്നാൽ ഈശോ ഓടിപ്പോകുന്നില്ല, അവൻ താണു വീണു പ്രാർത്ഥിക്കുന്നു. അവൻ തളരുന്നില്ല, അവൻ സ്വയം സമർപ്പിക്കുന്നു. പിതാവേ, എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. യാക്കോബ് ശ്ലീഹ പറയുന്നത് പോലെ ജീവന്റെ കിരീടം ഈശോയുടെ ജീവിതത്തിൽ സാക്ഷാത്കാരമാകുന്നത് നമ്മൾ കാണുന്നത്. പരീക്ഷയെ ജയിച്ച് അതുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റ് മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിലും പരീക്ഷകൾ ഉണ്ടാകും. ക്രോധം, അസൂയ, സ്വാർത്ഥത, നിരാശ, ആത്മീയ മന്ദത എന്നിങ്ങനെ പല വിധത്തില് പരീക്ഷകളും പ്രലോഭനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദോഷത്തിന് വഴങ്ങുന്നവൻ അത് പാപമായി വളരുന്നു, പാപം മരണത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന് കീഴടങ്ങുമ്പോൾ അത് ജീവിതത്തിലേക്ക് നയിക്കുന്നു. പ്രലോഭനത്തിന് കീഴ്വഴങ്ങാതെ പ്രാർത്ഥനയിലൂടെ ദൈവഹിതത്തിന്റെ മുൻപിൽ സ്വയം സമർപ്പിക്കുവാൻ നമുക്കും സാധിക്കണം. ഗെത്സമേൻ തോട്ടത്തിൽ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ പരീക്ഷയിൽ വീഴാതിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നോമ്പുകാലം അതിനുള്ള പ്രത്യേക അവസരമാണ്. ഉപവാസം ശരീരത്തെ നിയന്ത്രിക്കുന്നു, പ്രാർത്ഥന ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു, ദാനധർമ്മം സ്വാർത്ഥതയെ ദൂരീകരിക്കുന്നു. നമുക്കും ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ദാനധർമ്മത്തിലൂടെയും ആത്മശക്തി നേടി ജഡത്തിന്റെ മേൽ തിന്മയുടെ മേൽ വിജയം നേടി ആത്മവിശുദ്ധീകരണത്തിന്റെ അവസരമായി ഈ നോമ്പ് കാലഘട്ടത്തെ മാറ്റുവാൻ പരിശ്രമിക്കാം. ഇന്നത്തെ വചനം പറയുന്നത് പോലെ പരീക്ഷകൾ ഒഴിവാക്കപ്പെടാനാവില്ല, എന്നാൽ പ്രാർത്ഥനയിലൂടെ അവയെ ജയിക്കാം. ദൈവത്തിന്റെ ഇഷ്ടത്തിന് കീഴ്വഴങ്ങുമ്പോൾ ജീവിതം അനുഗ്രഹമായി മാറും. ഈ നോമ്പുകാലം ജീവിതത്തെ നവീകരിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനും ആത്മശക്തി നേടുന്നതിനുമുള്ള അവസരമാക്കി നമുക്ക് മാറ്റാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.